നമ്മുടെ കുട്ടികളൊക്കെ പലതരത്തിലുള്ള ടാൻട്രംസ് കാണിക്കാറുണ്ട്. ഈ ടാൻട്രംസിനോട് നമ്മൾ എങ്ങനെയാണ് പാരൻസ് പെരുമാറേണ്ടത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം. ഞാൻ ഷെജീന നാസർ, ഒയാസിസ് ഹയർ ക്ലിനിക്, ചാമക്കാല. ചില കുട്ടികൾ ചില സാധനങ്ങൾ കടകളിൽ കാണുമ്പോൾ അത് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാറുണ്ട്. അതുപോലെ തന്നെ മൊബൈലിന് വേണ്ടിയിട്ടോ ടാബിന് വേണ്ടിയിട്ടൊക്കെ ചില അങ്ങനെയുള്ള ടാൻട്രംസ്, അത് കിട്ടണം എന്നുള്ള വാശി കുട്ടികൾ കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള വാശികൾ ഉണ്ടാകുമ്പോൾ അവരുടെ ലോവർ ബ്രെയിൻ, അതായത് ഇമ്പൾസീവ് ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഇതേ രൂപത്തിൽ നമ്മളും പാരൻസും റിയാക്ട് ചെയ്യണമെങ്കിൽ ഒരു ആക്ഷൻ ഉണ്ടാകുന്നു, അതിനൊരു റിയാക്ഷൻ, ആ റിയാക്ഷൻ ടു റിയാക്ഷൻ, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? ഒരു മഹായുദ്ധം, ദ്വന്ദ്വയുദ്ധം തന്നെയാണ് അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മകളും തമ്മിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കുട്ടികളോട് എങ്ങനെയാണ് പാരൻസ്, എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അവരുടെ ലോവർ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാരൻസിൻ്റെ അപ്പർ ബ്രെയിൻ ആണ് വർക്ക് ചെയ്യേണ്ടത്. ഈ അപ്പർ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്? മോൻ എന്തിനാണ് വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ ആരോടാണ് ദേഷ്യം, അതല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഈ സാധനം വാങ്ങുന്നത്, അങ്ങനെയുള്ള കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അതല്ലെങ്കിൽ അവരോട് വളരെ കാമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക. അവർ ആവശ്യപ്പെടുന്ന സാധനത്തിനോട് വളരെ ലൈറ്റായിട്ടുള്ള ഒരു മോഡിൽ നമ്മൾ ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടാൻട്രംസ് ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു നല്ല പാരൻറ്റിങ് എപ്പോഴും ഒരു നല്ല തലമുറയെ വാർത്തെടുക്കും. ഒരു കുഞ്ഞിനോടൊപ്പം തന്നെയാണ് ഒരു അമ്മയും വളരുന്നത്. അപ്പോൾ നമ്മിലും എല്ലാ പാരൻസും പെർഫെക്റ്റായ ഒരു പാരൻറ്റിങ് ആയിക്കൊള്ളണമെന്നില്ല ഉണ്ടാകുന്നത്. എപ്പോഴാണോ തെറ്റുകൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നത് അവിടെ തിരുത്തലുകൾ ആവശ്യമാണ്. Your mental health is our priority. Thank you.